എപ്പോഴാണ് മലയാള മാധ്യമങ്ങളെങ്കിലും രക്ഷപ്പെടുക എന്നത് വളരെ പ്രസക്തമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു തൊഴിലിടം എന്ന നിലയിൽ നിന്ന് പബ്ലിക് സൊസൈറ്റിയുടെ ഭാഗമായി സമൂഹത്തെ ആശയവൽക്കരിക്കേണ്ട ഉത്തരവാദിത്വം മാധ്യമങ്ങൾക്കുണ്ട്. മാധ്യമ വളർച്ചയിൽ മാത്രം കണ്ണുനട്ട് റേറ്റിംഗിന് വേണ്ടി പണിയെടുക്കുമ്പോൾ, മൂലധനപരമായ നയങ്ങളിൽ ഒതുങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ മാധ്യമമല്ലാതെയായി മാറുന്നു. പ്രിയമുള്ളവരെ, ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നത് ഒരു വലിയ ജനാധിപത്യ അവകാശമാണ്. പരിഷ്കൃത ജനാധിപത്യങ്ങൾ അത് പവിത്രമായി കരുതുന്നുമുണ്ട്. പക്ഷേ ജനാധിപത്യത്തിനൊരു പ്രശ്നമുണ്ട്. അപരിമിതവും നിയന്ത്രണങ്ങളില്ലാത്തതുമായ ഒരു സാമൂഹികതയിൽ അതിജീവിക്കാനാവില്ല. അതികഠിനമായ നിയമങ്ങളും നിയന്ത്രണങ്ങളും വരച്ച വരകളും ജനാധിപത്യത്തിലുണ്ട്. അത്തരം വരച്ച വരകളുടെ സമാഹാരമാണ് ഭരണഘടന എന്നുള്ളത്. ആ ഭരണഘടന ഇവിടെ ഇല്ല എങ്കിൽ ഒരു നികൃഷ്ട സമൂഹം ഇവിടെ സ്ഥാനം പിടിക്കുമായിരുന്നു. അമേരിക്ക ഇന്ന് നേരിടുന്ന ഏറ്റവും കഠിനമായ പ്രതിസന്ധി ഈ നികൃഷ്ട സമൂഹത്തിന്റെ പിടിമുറുക്കലാണ്. പ്രിയമുള്ളവരെ, മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ ആണിക്കല്ലാണ്. പക്ഷേ ആ സ്വാതന്ത്ര്യം അത് സ്വയം എടുക്കുന്നതല്ല. ജനാധിപത്യം അളന്നു തൂക്കിക്കൊടുക്കുന്ന സ്വാതന്ത്ര്യമാണത്. കാരണം ഇത് ജനാധിപത്യത്തിന്റെ നാടാണ്. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തോടൊപ്പമാണ് അച്ചടി മാധ്യമങ്ങൾ വളർന്നു വന്നത്. അതുകൊണ്ട് തന്നെ കർശനമായ ചട്ടങ്ങൾക്കകത്തുള്ള സ്വാതന്ത്ര്യമേ അച്ചടി മാധ്യമങ്ങൾക്കുള്ളൂ. ദൃശ്യമാധ്യമങ്ങൾ വന്നപ്പോൾ അതിന് മാറ്റമുണ്ടായി. കാർക്കശ്യത്തിന്റെ പല്ലുകൾ അതിനെ കടിക്കാൻ പ്രയാസമായെങ്കിലും നിയമങ്ങൾ നിലനിന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവാവ് നവമാധ്യമങ്ങളിൽ നിറഞ്ഞത് ശ്രദ്ധിക്കുക. അതിന്റെ പാറ്റേൺ പരിശോധിച്ചാൽ അത് പണം കൊടുത്തുള്ള കളിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. കേരളത്തിലെ പ്രതിപക്ഷത്തെ തെറിവിളിക്കുന്ന 100-ലേറെ പോസ്റ്റുകളാണ് ഇന്ന് നിമിഷം പ്രതി ഉണ്ടാകുന്നത്. ഇത് ഒന്നും സ്വാഭാവികമല്ല. നിയന്ത്രണങ്ങളില്ലാത്ത നവമാധ്യമങ്ങൾ ഒരു തെറിയൻ നാഗരികതയെ ഇവിടെ നിർമ്മിച്ചു കഴിഞ്ഞു. മയക്കുമരുന്നിനെ നോർമലൈസ് ചെയ്യുന്ന സിനിമകൾ കോടിക്കണക്കിന് രൂപ കളക്ട് ചെയ്ത് അതിന്റെ വിജയക്കൊടി നാട്ടുന്നത് കേരളത്തിലാണെന്ന് നാം മറന്നു പോകരുത്. അത് ആ തെറിയൻ നാഗരികതയുടെ വിജയപ്രഖ്യാപനമാണ്. പ്രിയമുള്ളവരെ, കാഴ്ചക്കാരെ ലഭിക്കുന്നു എന്നതാണ് വാർത്താ മുതലാളിമാരുടെ നോട്ടം. മറ്റൊരു കൺസേണും അവരെ ബാധിക്കുന്നില്ല. പ്രൊഫഷനിസത്തിൽ നിന്ന് കമ്മിറ്റ്മെന്റിലേക്കും സേവനത്തിലേക്കും തൊഴിലിനെ തെറ്റിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നല്ല മാധ്യമ പ്രവർത്തകരുണ്ടാകുന്നത്. സെൻസേഷണൽ വാർത്താ ഇടങ്ങളിലേക്ക് കയ്യിൽ മൈക്കില്ലാതെ ചെല്ലുന്നത് കഴിവുകെട്ട മാധ്യമ പ്രവർത്തനമെന്നല്ല, സർഗാത്മകതയുടെ മാധ്യമ പ്രവർത്തനമെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. കേരളത്തിൽ തന്നെ പല ഘട്ടങ്ങളിലായി പ്രമുഖരായ പല വ്യക്തികളുടെ വാക്കുകളെ വക്രീകരിച്ചുകൊണ്ട് നവമാധ്യമങ്ങൾ പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കുന്നത് നാം പലപ്പോഴായി കാണാറുണ്ട്. ഇതൊക്കെയും മാധ്യമങ്ങളുടെ നെറികെട്ട ധാർമ്മികതയിലല്ലാത്ത സേവനത്തെ സൂചിപ്പിക്കുന്നു എന്നത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാടിനെ നന്നാക്കി തരുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.